നിങ്ങൾ ഇതെന്ത് പണിയാ കാണിച്ച? നിങ്ങളെ തപ്പി ഞാൻ ഇവിടെയൊക്കെ നടന്നെന്നറിയാം. എന്തിന് വന്നേ, നന്ദി പറയണ എന്നോട്. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആണ് ചെയ്യില്ല, അങ്ങനെ പറയാം. ഇവനെ അന്വേഷിച്ചല്ലേ നിങ്ങൾ നടക്കുന്നത്, പിന്നെ എന്തിനാ കിടന്ന് കാണുന്നത്? നല്ല എക്സ്പീരിയൻസ് ആണ്. ആ കുഴപ്പമില്ല, ദുബായിന്ന് വന്നതിന്റെ ഒരു ചാടാ, അത്രേ ഉള്ളൂ. അവിടെ എല്ലാം വെച്ചിട്ടുണ്ട്, ചെസ് കളിക്കാം, ക്യാരംസ് കളിക്കാം, അങ്കിളെ വാ നമുക്കൊരു ഗെയിം കളിക്കാം. ഭക്ഷണം ഒരു ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് ആഹാരം കഴിക്കാം. ചിലപ്പോൾ മട്ടൻ കറി ആയിരിക്കും, ചിലപ്പം ഇതായിരിക്കും, ഏതാ ചിക്കൻ ബിരിയാണി ആയിരിക്കും. പായസം കഴിച്ച ശേഷം ഒരല്പം ചോറും മോരും കൂട്ടി കഴിക്കണം, എന്നാലേ സദ്യ പൂർണ്ണമാകും. പിന്നെ സിനിമ കാണാം, അവിടെ എമ്പുരാൻ കണ്ടു. സിനിമ കാണാം, പാട്ട് കേൾക്കാം. എല്ലാ സൗകര്യവും ഉണ്ട്. ഇപ്പൊ പല ആൾക്കാരും ഒരു ചെലവുമില്ല, ഫാനിലാണ് 24 hours ഉണ്ട്. എത്ര ദരിദ്രനാണെങ്കിലും ജീൻസും ടൈറ്റ് ടീഷർട്ടും കൂളിംഗ് ഗ്ലാസും ധരിച്ച് ആള് തങ്ങി കയറൂ. ചിട്ടയ ജീവിതമാണ്. എത്രയോ പേര്, പല ആൾക്കാരും മഴക്കാലം അങ്ങോട്ടേക്ക് പോവുകയാണ്, ആ ഒരു ചെലവുമില്ല. ഞാൻ പറഞ്ഞില്ലേ മഴ നനഞ്ഞോണ്ട് വെള്ളടിക്കാൻ. മഴ ഓക്കെ, ഇവിടുത്തെ കാര്യം സുഖം ചെയ്യില്ല. അവിടെ ചെന്നപ്പോ 6-8 മണി ഫാൻസ് ഉണ്ടായി. പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പോലീസുകാരും ഫാൻസ്, പോലീസുകാരുടെ വളരെ ഡീസന്റ് പെരുമാറ്റമായ. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. അവരും ഫാൻസ് ഉണ്ടായി. അല്ല, പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. നമ്മള് എല്ലായിടത്തും അറിയാം, ഫ്രീഡമില്ല. അത്രയും വകുപ്പുകൾ ഞാൻ ഇവന്റെ തലയിൽ കെട്ടിവെച്ചു. തലയിൽ എന്ത് വേണോ കെട്ടിവെച്ചോളൂ. ഇപ്പൊ ഇറുക്കി പിടിച്ച കാലൊന്ന് മാറ്റി തന്നാ മതി. തല്ലുമല്ലോ. അവര് എന്റെ അവര് പ്രശ്നമാക്കിയത് ഇതേ, പക്ഷെ എന്റെ അടുത്തല്ല പറഞ്ഞില്ല. ഇടിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതെങ്ങനെയുണ്ട്? ഇടിയും മിന്നലും മഴയോ ഓക്കെ, ഇനി കൊടുങ്കാറ്റ് വേണം. അയ്യോ വേണ്ട.